കാസർഗോഡ് പ്രധാന അധ്യാപകൻ വിദ്യാർത്ഥിയുടെ കർണപുടം അടിച്ചു തകർത്തതിൽ അന്വേഷണം. വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടി. പോലീസിൽ പരാതി നൽകുമെന്ന് കുടുംബം പറഞ്ഞു. അധ്യാപകൻ അടിച്ചപ്പോൾ ലക്ഷ്യം തെറ്റിയതാണെന്ന് PTA പ്രസിഡന്റിന്റെ ന്യായീകരണം. കുണ്ടംകുഴി HSSലേക്ക് യൂത്ത് കോൺഗ്രസ് BJP പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. അസംബ്ലിക്കിടെ കാൽ കൊണ്ട് ചരൽ നീക്കിയെന്നാരോപിച്ചാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ സ്കൂളിലെ ഹെഡ്മാസ്റ്റർ മർദ്ദിച്ചത്. അഭിനവ് കൃഷ്ണയെ കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ്മാസ്റ്റർ M. അശോകൻ കരണത്തടിക്കുകയും കുട്ടിയുടെ കർണപുടം പൊട്ടിക്കുകയും ചെയ്ത സംഭവത്തിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മധുസൂദനോട് വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടി. പ്രധാന അധ്യാപകരോട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിലേക്ക് എത്തിച്ചേരാനും ആവശ്യപ്പെട്ടു. ഒരു കാരണവശാലും കുട്ടികളെ ഉപദ്രവിക്കുന്ന നില ഉണ്ടാകാൻ പാടില്ല. ബാക്കി എന്തെല്ലാം നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി കഴിയും, അതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സ്കൂളിലെത്തി 10ാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവ് കൃഷ്ണയുടെ മൊഴിയെടുത്തു. സംസ്ഥാന ബാലാവകാശ കമ്മീഷനും സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തിരുന്നു. എന്നാൽ ഹെഡ്മാസ്റ്റർ M. അശോകന് ലക്ഷ്യം തെറ്റിയതാണെന്നും പിശക് പറ്റിയതാണെന്നുമാണ് PTA അഭിപ്രായം. അപ്പോൾ അത് ലക്ഷ്യം തെറ്റി ചെവിക്ക് കൊള്ളുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. മനഃപൂർവ്വം ചെയ്തതാണെന്നുള്ള ധാരണ PTA കമ്മിറ്റിക്കില്ല. മാഷഭാഗത്തിൽ പിശക് പറ്റിയെന്നുള്ള ധാരണ PTA കമ്മിറ്റിക്കുണ്ട്. അധ്യാപകനെതിരെ കുട്ടിയുടെ രക്ഷിതാക്കൾ ബേഡകം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസും BJPയും SFIയും സ്കൂളിലേക്ക് മാർച്ച് നടത്തി. KSU യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിനുള്ളിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. അധ്യാപകനെതിരെ നടപടിയെടുക്കുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ സംഘടനകളുടെ തീരുമാനം. റിപ്പോർട്ടർ, കാസർഗോഡ്.